എൻ്റെ ഭാര്യയുടെ ഏട്ടത്തിയാണ്. സർ, ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് എന്നെ നോക്കാൻ ഇവിടെ വന്ന് നിൽക്കുന്നതാ. നിങ്ങളുടെ പേരെന്താ? മീര. അപ്പോ നിങ്ങളുടെ പേരോ? അവന്തിക. അവന്തിക ഇപ്പൊ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അവന്തികയ്ക്ക് മീരയെ നല്ല സംശയമുണ്ട്. അങ്ങനെ സംശയിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും മീര ചെയ്തിട്ടുണ്ടോ? ഇല്ല സർ, ഞാൻ കേക്ക് കഴിച്ച് ഇവരോടൊപ്പം ഹോസ്പിറ്റലിലായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചതിന് മീര ഉത്തരം പറയ്. എന്തെങ്കിലും മീര ചെയ്തിട്ടുണ്ടോ അതോ ഇല്ലയോ? സർ, ഞാനൊന്നും. ഇത് ഒരു സൗഹൃദ സംഭാഷണമാണ്. ഇനി പോലീസിന് വേറൊരു മുറയുണ്ട്. അതിന് മീര എന്നെ നിർബന്ധിക്കരുത്. സത്യം പറയും മീരെ, കേക്ക് മാറ്റി വെച്ചത് മീരയല്ലേ? സർ, സർ, എടുത്തേ. ഞാൻ ചോദിച്ചത് മീരയോടാ. മീരയ്ക്ക് എന്തെങ്കിലും മനസ്സറിവുണ്ടെങ്കിൽ ഇപ്പം മര്യാദയ്ക്ക് പറയണം. സർ, എനിക്കൊന്നും അറിയില്ല. അറിയില്ലെങ്കിൽ മീര വയ്ക്കൂ. ഒന്നും അറിയില്ലെങ്കിൽ മീര ഇവിടെ നിന്ന് കരയണ്ട, പൊയ്ക്കോളാൻ. വീട്ടിലുള്ള ഒരാളെ സംശയം പറഞ്ഞപ്പോ വെറുതെ വിരട്ടി നോക്കിയെന്നേ ഉള്ളൂ സർ. എന്തിനാ അവന്തികെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്? ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. മിസ്റ്റർ നന്ദൻ, എന്നോടൊപ്പം ഒന്ന് പുറത്തേക്ക് വരണം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. പ്ലീസ്. സർ. എന്തായി, അയാൾ പോയോ? ഇപ്പൊ പോയതേ ഉള്ളു ചേച്ചി. ഈ SP നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇയാൾ ഓരോ വാതിലും ചവിട്ടി തുറന്നു വന്ന് നിൽക്കുന്നത് നമ്മുടെ മുന്നിൽ തന്നെ ആവാനാ കൂടുതൽ സാധ്യത. അയാളുടെ ചോദ്യങ്ങൾക്ക് സേതുമാധവൻ പോലും വിയർക്കുന്നത് കണ്ടിട്ടാ ഞാനിപ്പോ വരുന്നത്. നീ വന്നവന്റെ മഹത്വം മറിച്ചിൽ നിർത്ത്. അയാളൊന്നും ചെയ്യാൻ പോകുന്നില്ല. നീ വിറച്ച് അങ്ങോട്ടൊന്നും പോയി പറയാതിരുന്നാ മതി. അതിനാദ്യം നിന്റെ ഈ കുറ്റവാളി എന്നുള്ള മുഖഭാവം ഒന്ന് മാറ്റ്. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് നിക്ക്. ഇതിപ്പോ നിന്നെ കണ്ടാ തന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്തോണ്ട് പോവാൻ തോന്നുമല്ലോ. ചേച്ചി എന്തിനാ മീരെ സംശയമുള്ളതുപോലെ സംസാരിച്ചത്? നിനക്കെന്താ ഒരു വിഷമം പോലെ? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ നീ അടുത്ത് കിടന്നിടന്ന് അവളുടെ ആളായി മാറിയോ? അവരുടെ ആളായതുകൊണ്ടൊന്നും അല്ല. മീരെന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? അതിന് തെളിവുകൾ വേണ്ടേ? ഇന്ന് ഞാൻ വെറുതെ മീര എന്ന് പറഞ്ഞതേ ഉള്ളൂ. നാളെ ഞാൻ പറയാൻ പോകുന്നത് സാക്ഷാൽ അർച്ചനെ കുറിച്ചായിരിക്കും. അങ്ങനെ എന്റെ ശത്രുക്കൾ ഓരോരുത്തരെയും ഞാൻ സംശയദൃഷ്ടിയിൽ നിർത്തും. എന്നിട്ട് തെളിവുകൾ ഉണ്ടാക്കി പ്രതിയാക്കുകയും ചെയ്യും. ചില കഥകൾ നീ കേൾക്കാറില്ലേ? വില്ലത്തിമാർക്ക് എപ്പോഴും വിജയം ഉണ്ടാവുന്ന കഥ. അതുപോലൊരു കഥയായതു. എല്ലാത്തിനും അവസാനം വിജയം അവന്തികയ്ക്ക്. എടി, നീ ഒരു തരത്തിലും പേടിക്കണ്ട. ഈ ഒരു കേസിൽ നീയോ ഞാനോ അകത്തൊന്നും പോവില്ല. അതിനൊന്നും അല്ലല്ലോ നമ്മൾ ഇത്രയും നാൾ ഇതൊക്കെ ചെയ്തത്. അയാളിനി എവിടെയൊക്കെ ചെന്ന് കയറുമെന്ന് അറിയില്ലല്ലോ. പണം കൊടുത്ത കൂടെ നിൽക്കുന്ന ആളാണെന്നും തോന്നുന്നില്ല.
എനിക്കെന്തോ എല്ലാം അവസാനിക്കാൻ പോവാന്നൊരു തോന്നല്. ഓഹോ, നിനക്ക് അങ്ങനൊരു തോന്നലും ഉണ്ടോ? അതൊരു നല്ല തോന്നലല്ലല്ലോ. എല്ലാം അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നെല്ലിശ്ശേരി സേതുമാധവനും മക്കളും മരിച്ചു എന്നാ. നിന്റെ ആ തോന്നല് നീ ടെൻഷനോടെ അല്ല എന്നോട് പറയേണ്ടത്, സന്തോഷത്തോടെയാ. എന്റെ അനിയത്തി നോക്കി നിന്നോ, ഇനി ഈ ചേച്ചി എന്താ ചെയ്യാൻ പോകുന്നേന്ന്. എടുത്തിത് എവിടെ പോവാ? ഞാൻ നമ്മുടെ വീട്ടിലേക്ക് പോവാ അർച്ചനെ. ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അവന്തിക പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ വന്നതിന് ശേഷം ഇതൊക്കെ ഉണ്ടായെന്ന്. എന്താ അതിനർത്ഥം? ഞാൻ കേക്കില് വിഷം ചേർത്ത് എല്ലാവരും കൊല്ലാൻ നോക്കിയെന്നല്ലേ? നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ചിന്തിക്കുമെന്ന്? എടുത്തേന്നല്ല, ആരും അങ്ങനെ ചിന്തിക്കില്ല. പക്ഷേ അവന്തിക എന്ന് പറയുന്ന സ്ത്രീ ചിന്തിക്കും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ എടുത്ത് ഇപ്പൊ ഇവിടുന്ന് പോകരുത്. പോണം. ഇനിയും ഞാൻ ഇവിടെ നിന്ന് ഇതുപോലെ അവന്തിക എന്തെങ്കിലും പറഞ്ഞ എനിക്ക് കേട്ട് നിൽക്കാൻ പറ്റില്ല. ഞാൻ ചിലപ്പോ മറ്റെന്തെങ്കിലും രീതിയിൽ പ്രതികരിച്ചെന്ന് വരും. പ്രതികരിക്കണം. അവര് പറയുന്നത് കേട്ട് നമ്മൾ എത്ര കരയുന്നോ അത്രയും അവര് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കും. എടുത്തേക്ക് മനസ്സറിവില്ലാത്തൊരു കാര്യം പറഞ്ഞുണ്ടാക്കുകയും അത് സത്യമാണെന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്തിനാണെന്ന് എടുത്തേക്ക് മനസ്സിലായോ? മനസ്സിലായി. അവക്ക് ഇതിലെന്തോ പങ്കുണ്ടല്ലേ? അതെ, പക്ഷേ നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല. അവന്തികയും അനകയും കേക്ക് കഴിച്ചതുകൊണ്ട് ആരും അവരെ സംശയിക്കുകയില്ല. എങ്കിലും ഇതിന്റെ സത്യസന്ധത ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. എന്താണ് ഉണ്ടായതെന്ന് ആ പോലീസ് ഓഫീസർ കണ്ടെത്തും തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. എങ്കിലും ഇവിടെ എല്ലാവരുടെയും മുന്നിൽ ഈ കുടുംബത്തെ തകർക്കാൻ നോക്കിയ ആളായിട്ടല്ലേ എല്ലാരും എന്നെ കാണും. എടുത്തേ, അങ്ങനെ ഇവിടെ ആരും കാണില്ല. ചുരുക്കി പറഞ്ഞ അവന്തി എടുത്തിയുടെ വാക്കിനും അഭിപ്രായത്തിനും ഇവിടെ ആരും വലിയ വില കൊടുക്കുകയില്ല. എടുത്തി ഒരിക്കലും ഇത് ചെയ്യില്ലെന്ന് അവന്തിയെയും അനക്കയും ഒഴികെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. എടുത്തി ഇപ്പൊ ഇവിടുന്ന് പോകരുത്. അത് നമുക്ക് എതിരാവുകയുള്ളൂ. എടുത്തി പോയാ കുറ്റക്കാരി എടുത്തി ആയതുകൊണ്ട് അത് സമ്മതിച്ച് പോകുന്നത് പോലെ ആവും. അല്ലെങ്കിൽ അവന്തിക അങ്ങനെ പറഞ്ഞ് എല്ലാവരും വിശ്വസിപ്പിക്കും. അങ്ങനെ നമ്മളോടൊപ്പം ഇപ്പം നിൽക്കുന്ന ആരെങ്കിലും ഇത് വിശ്വസിച്ച പിന്നെ നമ്മള് പരാജയപ്പെട്ടതുപോലെ ആവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എടുത്തി ഈ അവസ്ഥയിൽ ഇവിടം വിട്ടു പോകരുതെന്ന്. എന്ത് വർത്തമാനം കേട്ടാലും ഇവിടെ പിടിച്ചു നിൽക്കണം. നേരത്തെ പറഞ്ഞതുപോലെ എടുത്തി ആരെങ്കിലും ഈ പേരും പറഞ്ഞ് കുറ്റപ്പെടുത്തിയ എന്നോട് പറയാം. അതിനെ ആര് ചോദ്യം ചെയ്താലും ഉത്തരം ഞാൻ പറഞ്ഞോളാം. പിന്നെ ഇവിടെ നടന്നത് നമ്മുടെ വീട്ടിലെ ആരും അറിയണ്ട. അറിഞ്ഞാൽ അവർ വല്ലാണ്ട് വിഷമിക്കും. അതുമാത്രമല്ല, എടുത്തേയും പിന്നെ ഇവിടെ നിർത്തുകയില്ല. പഴയതുപോലെ വലിയ പിണക്കത്തിലേക്ക് കാര്യങ്ങൾ പോയെന്നും വരും. എന്തുകൊണ്ടും എടുത്തി ഇവിടെ നിൽക്കുന്നതാണ് നല്ലത്. എല്ലാത്തിനും നെല്ലും പതിരും തിരിച്ചിട്ട് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഉടനെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവും. തീരുമാനം ഉണ്ടാക്കും ഞാൻ. മാഷേ, നേരെ ഒരുപാടായി. വന്നെന്തെങ്കിലും കഴിക്കേ.
അനൂപ് കൂടെ വരട്ടെ. നീ വിളിച്ചില്ല അവനെ? വിളിച്ചതാ, പക്ഷെ അവൻ ഫോൺ എടുക്കുന്നില്ല. ഇനി ഇന്റർവ്യൂവിന് പോയിട്ട് ജോലി കിട്ടിക്കാണില്ല. കിട്ടിക്കാണില്ല. ചിലപ്പോൾ ആ വിഷമത്തിലായിരിക്കും അവൻ ഇങ്ങോട്ട് വരാൻ താമസിക്കുന്നത്. ആ, ഇന്റർവ്യൂവിന് പോയിട്ട് എന്തായടാ? കിട്ടിയില്ലല്ലേ? ഇതിപ്പോ എത്രയാന്ന് പറഞ്ഞോണ്ടാ നീ ഈ പത്രപരസ്യം കണ്ടുകൊണ്ട് ഓരോയിടത്ത് ഇങ്ങനെ കയറി ഇറങ്ങുന്നത്? അമ്മേ, സമയമാകുമ്പോൾ ജോലിയൊക്കെ കിട്ടും. ഞാൻ മാത്രമല്ല, എത്ര ആൾക്കാരാണെന്നറിയോ ജോലിക്കായി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നടക്കുന്നത്. ഇതിന്റെ ഒന്നും ആവശ്യം നിനക്കില്ലായിരുന്നല്ലോ. നിന്നെ വിളിച്ചു വരുത്തി അപ്പോയിന്റ്മെന്റ് ലെറ്റർ എടുത്ത് കൈ തന്നതല്ലേ സേതുവേട്ടനും നന്ദനും കൂടി അല്ലേ? അപ്പൊ ഇവന് വേണ്ടാന്ന് പറഞ്ഞു. സഹോദരിമാരുടെ കാരുണ്യത്തിലൊരു ജോലി വേണ്ടാന്ന് ഒരു കാരണവും. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. പിന്നീട് വലിയൊരു പിണക്കത്തിലേക്ക് ആ ജോലി നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതെല്ലാം നിന്റെ മുൻവിധിയല്ലേ അനൂപേ? നീ എന്തിനാ അങ്ങേയറ്റം വരെയൊക്കെ ചിന്തിക്കുന്നത്? നീ അവിടെ നിന്റെ ജോലി കൃത്യസമയത്ത് ചെയ്ത പിന്നെ നീ എന്തിനാ പിണങ്ങുന്നത്? നീ ബന്ധവും സ്വന്തവും ഒന്നും നോക്കണ്ട. ഒരു മാസ ശമ്പളക്കാരനായി ജോലി ചെയ്താൽ മാത്രം മതി. അപ്പോ നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അഭിമാനം ദുരഭിമാനമായാൽ വലിയ പ്രശ്നമാടാ. മൂക്കുമുട്ടേക്കടം, വീട്ടിലെ ചെലവുകൾ, ആതിരെ ഇനി 7-ാം മാസം ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണം. മുന്നിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ കിടപ്പുണ്ട്, നിസ്സാരമല്ലാത്തതായിട്ട്. ഇങ്ങനെ ഇന്റർവ്യൂവിന് കയറി ഇറങ്ങി നടന്നിട്ട് എന്നാ ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നത്? ഞാൻ സേതുവേട്ടനോട് പറയാൻ പോവാ, ഇവന് തന്നെ ജോലി കൊടുക്കാൻ. അതൊന്നും വേണ്ടമ്മേ, അതൊന്നും ശരിയാവില്ല. അതാ നീയാണോ തീരുമാനിക്കുന്നത്? നേരത്തെ മാഷ് പറഞ്ഞതുപോലെ നീ നിന്റെ മനസ്സിൽ നിന്ന് ആ ദുരഭിമാനമൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ രൂപേ, എന്നിട്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിക്കേ. ഒരു പെൺകുട്ടിയല്ലടാ വളർന്നു വരുന്നത്. അവക്കെന്നും പറഞ്ഞ് 1 രൂപ സമ്പാദ്യം നിന്റെ കയ്യിലുണ്ടോ? 12 വയസ്സിന്ന് വിവാഹപ്രായത്താനേ കണ്ണടച്ച് തുറക്കുന്ന സമയം മതി. എടാ, ഇനിയും നിന്റെ ഇതുപോലെയുള്ള തെറ്റായ തീരുമാനങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അർച്ചനയുടെ ആതിരയുടെ കാര്യത്തിന് നീ തന്നെ ഓടിയെന്ന് നിനക്കറിയാലോ. എടാ, ആവണിമോളുടെ കാര്യത്തിനെങ്കിൽ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഈ പറയുന്നത്. അർച്ചന ആതിര നിന്റെ സഹോദരന്മാരാണെന്ന് പറഞ്ഞ് നീ ചെയ്യാത്ത ജോലിക്കൊന്നും അവർ നിനക്ക് ശമ്പളം തരുവോ? ഇല്ലല്ലോ. അപ്പോ എവിടെയാണെങ്കിലും ജോലി ചെയ്യണം. അത് നെല്ലിശ്ശേരിയാണെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. മാഷേ, നമുക്കൊന്ന് നെല്ലിശ്ശേരി ചെന്ന് സേതുവേട്ടനെ കണ്ടൊന്ന് സംസാരിക്കാം. അല്ല അമ്മേ, അത് നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു. ഞാനും മാഷും കൂടെ പോയി സംസാരിക്കും. നീ അവരുടെ കമ്പനിയിൽ ജോലിക്ക് പോവുകയും ചെയ്യും. അതെ, ഇനിയും നിന്നെ നിന്റെ ഇഷ്ടത്തിന് വിടുന്നില്ല എന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നീ ഇങ്ങനെ നടന്നു കാണുമ്പോഴുള്ള വിഷമം കൊണ്ടാ അവളിങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. നമുക്ക് അത്രയേറെ ചെലവുകളുണ്ട് മോനെ. പിന്നെ കടം വാങ്ങിയും ഈശ്വരാനുഗ്രഹം കൊണ്ട് പട്ടിണിയാവുന്നില്ല എന്ന് മാത്രം. നീ മറ്റെല്ലാം മറന്നേക്ക്. നെല്ലിശ്ശേരി കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്നും മറന്നേക്ക്. നീ ഏതോ കമ്പനിയിൽ ജോലി ചെയ്യുന്നു, അതുമാത്രം മതി നിന്റെ ചിന്തയില്. ബാക്കിയെല്ലാം നീ മറന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആ, നീ പോയി കുളിച്ചിട്ടു വാ, അത്താഴം കഴിക്കാം. വാ.
എന്ത് സുഖമായ ജീവിതം. അനഘേ ആ അനഘ എവിടെ? ദേ കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുന്നു. അനഘേ എടി അനഘേ. സൂര്യൻ ഈ വീടിന്റെ മുകളിലെത്തിയാലും ഈ പെണ്ണ് ഉണരൂല. പെണ്ണോ? പിന്നല്ലാതാണോ? എനിക്ക് സംശയമുണ്ട് ഇവള് പെണ്ണ് തന്നെയാണോന്ന്. ആണുങ്ങളെ പോലെ ചില സമയത്ത് അനിയത്തിയുടെ സ്വഭാവം. നീ എന്റെ അനിയത്തിക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കണ്ട. ഈ കിടക്കുന്ന പെണ്ണിന്റെ സ്വഭാവേ എനിക്കും ഇല്ല, എന്റെ കുടുംബക്കാർക്കും ഒട്ടുമില്ല. അതുകൊണ്ടായിരിക്കും ഭർത്താവിന്റെ സഹോദരിയുമായി ചേർന്ന് കേക്കിൽ വിഷം കൊടുത്ത് എല്ലാരും കൊല്ലാൻ നോക്കിയത്. എനിക്കറിയാം അർച്ചനയും നീയും ചേർന്ന ഇതൊക്കെ ചെയ്തേന്ന്. ഞാനത് തെളിയിച്ചു തരാം. നീ തെളിയിക്ക. ഇനി ഞാനൊരു സത്യം പറയാം. ഞാനും അർച്ചനയും ആതിരയും ചേർന്ന ഇതെല്ലാം ചെയ്തത്. അത് ഇവിടെയുള്ള ഒരു അപകടത്തിലാക്കാനല്ല, നിനക്കും നിന്റെ അനിയത്തിക്കും പണി തരാൻ വേണ്ടി തന്നെ ചെയ്തത്. പറ്റുമെങ്കിൽ നീ തെളിയിക്കാവന്തികൻ. തെളിഞ്ഞു വരുമ്പോ അറിയാം ആരെ പ്രതിസ്ഥാനത്തെന്ന്. അർച്ചന എന്നോട് പറഞ്ഞു ഈ വീട്ടിൽ ഇത്രയും ക്രൂരത കാണിക്കാൻ ഒരാൾക്ക് മാത്രമേ പറ്റൂന്ന്. അതാരാണെന്നും അതറിയാൻ തന്നെയാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. നീയൊക്കെ ഇതല്ല ഇതിനപ്പുറവും പറയും. ഒരു കാര്യം ചെയ്താൽ ചെയ്തൂന്ന് തന്റെ അടുത്തോടെ പറയാനും ചെയ്യാത്ത കുറ്റം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനും സമർത്ഥരാണല്ലോ വൃന്ദാവനംകാര്. അതിപ്പോ നെല്ലിശ്ശേരിക്കാരും പുറകിലൊന്നും അല്ലല്ലോ. അതുകൊണ്ടാണല്ലോ സച്ചി വീട്ടിൽ കടം പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയതും ആ പൈസ അടിച്ചു മാറ്റാൻ നോക്കിയതും. അങ്ങനെയുള്ള തറവേലകൾ എന്തായാലും ഞങ്ങൾ ആരും ചെയ്യില്ല. ദേ അനിയത്തിയെ വിളിക്കാൻ വന്നതാണെങ്കിൽ വിളിച്ചിട്ടങ്ങ് പോണം. വെറുതെ എന്റെ വാ തുറപ്പിച്ച ഞാൻ പിന്നെല്ലാം പറഞ്ഞിട്ടേ നിർത്തൂ. അത് ചിലപ്പോ അവന്തികയ്ക്ക് നല്ല ക്ഷീണം ഉണ്ടാക്കിയെന്ന് വരും. ഈ വീടിനകത്ത് വന്ന് നിന്ന് എന്നെ പേടിപ്പിക്കുന്നോ നീ? എന്റെ മുന്നിൽ നിന്ന് ഒരു പരിധിക്കപ്പുറം നാവഴിച്ചു വിട്ടാലുണ്ടല്ലോ കൂടും കുടുക്കെടുത്ത് ദേ ചവിട്ടി ഇറക്കുന്നില്ല ഞാൻ. അതിന് മാത്രം അവന്തിക മൂത്തിട്ടില്ല. അങ്ങനെ നീ പറഞ്ഞു എന്ന് കരുതി ഞാൻ ഇവിടുന്ന് ഇറങ്ങാനും പോകുന്നില്ല. പറയേണ്ടവര് പറയും, അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങും. വഴിയെ പോകുന്നവരാരും എന്നെ ഭരിക്കാനും നിയന്ത്രിക്കാനൊന്നും വരണ്ട. എടി ഇവിടെ എന്താ പരിപാടി? നാടകത്തിന്റെ റിഹേഴ്സലോ മറ്റോ ആണോ? എന്താ മീരെ, എന്താ? അനഘയെ വിളിക്കാനെന്നും പറഞ്ഞ അവന്തിക ഇവിടെ കയറി വന്നു. ഞാനും അർച്ചനയും ആണ് കേക്കിൽ വിഷം ചേർത്തേന്നും എന്റെ കുടുംബത്തെ കുറ്റം പറയുകയും ചെയ്തപ്പോ ഞാനും തിരിച്ചു പറഞ്ഞു. അപ്പ എന്നോട് ഇറങ്ങിപ്പോവാൻ പറയുന്നു. ഓഹോ, ഇറങ്ങിപ്പോവാനും പറഞ്ഞു. അതിന് ഇവളാരാ ഇവിടുത്തെ? ഞാനൊരു കാര്യം മീരയോട് പറയാം. മീരയ്ക്ക് ഈ വീട്ടിലുള്ള അവകാശം ദേവക്കില്ല. ഇവൾക്ക് മാത്രമല്ല, ദേ ഇവക്കും ഇല്ല. അതുകൊണ്ട് പേടിപ്പിക്കാനും മാനസികമായി താർക്കാനും ഒക്കെ ഇവളിങ്ങനെ പലതും പറയും. നമ്മളെ മൈൻഡ് ചെയ്യാൻ പോണ്ട. ഇനി നിന്നോട് ഞാൻ ചിലത് പറയാം. ഈ വീട്ടിൽ വരുന്നവരെ ഭരിക്കാനും അവരുടെ തോളത്ത് ചവിട്ടി നിന്ന് നിയന്ത്രിക്കാനും നീ മെനക്കെടണ്ട. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനൊക്കെ പറയാൻ മാത്രം നിനക്കെന്താണ് യോഗ്യത? നീ ഇവിടെ എത്ര നാൾ കാണുമെന്ന് നിനക്ക് തന്നെ ഉറപ്പില്ല. നീയാണോ മീരെ എവിടെ നിന്ന് ഇറക്കി വിടാൻ നിൽക്കുന്നത്? ദേ, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, നീയും ഇതാണ്ട് ഈ സാധനവും മര്യാദയ്ക്ക് അവനവന്റെ കാര്യം നോക്കി ഇവിടെ ജീവിക്കണമെന്ന്. അതിന് പറ്റില്ലെങ്കിൽ ഇറങ്ങി പോണം. ഇങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. മീരെ, സംസാരിക്കുമ്പോൾ പരിധി വിടുന്ന വർത്താനം പറഞ്ഞാൽ നിനക്കും തിരിച്ചു പറയാം. ഈ വീട്ടിൽ അങ്ങനെ ആർക്കും മുകളിലല്ല ആരും. പിന്നെ അടിക്കാനും ചവിട്ടാനൊക്കെ വന്നു നിന്നാ നിന്ന് കൊള്ളാൻ മീര ഇവിടുത്തെ അടിമയൊന്നുമല്ലല്ലോ. ആരായാലും നമ്മുടെ ദേഹം നോക്കിക്കാനുള്ള അവകാശമൊന്നും നമ്മൾ ആർക്കും കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ മീരയ്ക്ക്? മനസ്സിലായി നന്ദേട്ട. ഇനി ഞാനിത് ശ്രദ്ധിച്ചോളാം. എന്നാ പിന്നെ മീര പോയിക്കോ. നിന്നെ പോലെ പത്രാസൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ആത്മാഭിമാനമുള്ളവരാ അവരൊക്കെ. അതുകൊണ്ട് അങ്ങോട്ട് കയറി ചൊറിഞ്ഞ് വെറുതെ അടി വാങ്ങിക്കാൻ നിൽക്കണ്ട. എന്റെ
നിന്റെ ഭാര്യ എന്ന ലേബലിലുണ്ട്. അതിന്റെ നാണക്കേട് നിന്നെക്കാളും എനിക്കാ. എന്നാലും എന്റെ വിനയനങ്ങളെ വല്ലാത്തൊരു ചതിയായിപ്പോയി.